നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നിർമ്മലാമ്മ കൊണ്ടുവന്ന പൊതിച്ചോറ് എന്തൊരു സ്വാദാണെന്നറിയോ. അത് ഞാൻ ആസ്വദിച്ച് കഴിക്കുമ്പോ അവര് എന്ത് സന്തോഷത്തോടെ നോക്കിയെന്നറിയോ. പാവം, അതൊരു പെറ്റമ്മയുടെ സ്നേഹമാണ് നിധി. ഈ ലോകത്ത് പകരം വയ്ക്കാനില്ലാത്ത ഒരേ ഒരു സത്യം. ഇറ്റ്സ് എ ഗ്രേറ്റ് ട്രൂത്ത്. നഷ്ടപ്പെട്ട മകനോടുള്ള കരുതലാണത്. എന്തായാലും നിർമ്മലാന്റി വന്ന് ചേർന്നിരിക്കുന്നത് ചേരേണ്ട ഇടത്ത് തന്നെയാ. ചേരേണ്ടടുത്തോ? അതെന്താ നീ അങ്ങനെ പറഞ്ഞത്? അതല്ല, ഗൗതമിനെ പോലെ സ്നേഹിക്കുന്ന ഒരാളുള്ള ഇടത്തേക്കല്ലേ നിർമ്മലാന്റി ജോലിക്കായി വന്നിരിക്കുന്നത്. അതൊരു നല്ല കാര്യമല്ലേ? അതൊക്കെ ശരിയാണ്. പക്ഷേ ഒരു കാര്യം ഞാൻ നിന്നോട് ഇപ്പോഴേ പറഞ്ഞേക്കാം. ദയവ് ചെയ്ത് ഒരു സർവന്റിനോട് പെരുമാറുന്നത് പോലെ നിർമ്മലമ്മയോട് പെരുമാറരുത്. നിർമ്മലാമ്മ ഒരു പാവ, എന്തിനും നിന്റെ കൂടെ നിന്നോളും. സ്വന്തം അമ്മയോട് പെരുമാറുന്ന പോലെ, പാറുവിനോട് സംസാരിക്കുന്ന പോലെ അങ്ങനെ തന്നെ കണ്ടാ മതി. നിർമ്മലാന്റിയോട് ഇത്രയും കരുതൽ കാണിക്കുന്ന ഗൗതമിനെ ഞാൻ എന്തു പറഞ്ഞു മനസ്സിലാക്കും? അവരെ ഇവിടുന്ന് പറഞ്ഞു വിടണമെന്ന് ഞാൻ എങ്ങനെ പറയും? ഹലോ, എന്താ ഈ ആലോചിക്കുന്നത്? ഒന്നുമില്ല. അത് പോട്ടെ. ഞാൻ ഇവിടേക്ക് കയറി വരുമ്പോ നീ എന്താ ആലോചിച്ചോണ്ട് നിന്നത്? അതൊന്നുമില്ല ഗൗതം. നമുക്ക് എത്രയും പെട്ടെന്ന് ഒരു കുഞ്ഞ് ജനിക്കണം എന്നുള്ള കാര്യമല്ലേ നീ ആലോചിച്ചത്? അല്ല. ആണ്, അത് തന്നെ. നീ ആഗ്രഹിച്ച പോലെ നിനക്ക് സഹായത്തിന് ഒരാളെ ഞാൻ കൊണ്ടു തന്നു. അപ്പോ എന്റെ ആഗ്രഹങ്ങളും സഹായിച്ചു തരണം എന്നല്ലേ നീ ചിന്തിച്ചത്? ഞാൻ അങ്ങനൊന്നും ചിന്തിച്ചതേയില്ല. അല്ലെങ്കിൽ തന്നെ ഗൗതമൻ എന്താ ഇത്ര വലിയ ആഗ്രഹം ഇപ്പോ? ഇപ്പോഴത്തെ എന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞാ ഇതാണ്. ഇതെന്താ? ഇത് ഞാൻ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കും? ഇപ്പൊ കാണിച്ചുതരാം. നീ ഇങ്ങനെ ആവണമെന്നാണ് എന്റെ ആഗ്രഹം. വാങ്ങോ. ഇന്ന് എന്റെ മോനുമൊത്തുള്ള ആദ്യത്തെ ദിവസമാണ്. ഇനി എന്റെ അവസാന ശ്വാസം വരെയും അവരൊപ്പം നിൽക്കാനാകണേ എന്ന ഒരൊറ്റ പ്രാർത്ഥനയുള്ളൂ. പക്ഷേ അത് നടക്കുമെന്ന് തോന്നുന്നില്ല. എന്തായാലും ഇന്ന് എന്റെ കൈകൊണ്ട് എന്റെ മകന് ഭക്ഷണം ഉണ്ടാക്കി വിളമ്പണം എനിക്ക്.
നിൽക്ക്. ഞാനൊരുത്തി ഇവിടെ വടിതട പോലെ ഇരിക്കുന്ന കണ്ടിട്ട് ഒരു മര്യാദ ഇല്ലാതെ ഇങ്ങ് നടന്നു പോവാണല്ലോ. എന്താ അത്? കോഫി. ആർക്ക്? ഗൗതമിനും നിധിക്കും. അതെന്താ അവര് മാത്രമേ കോഫി കുടിക്കുള്ളൂ? എനിക്ക് കോഫി ഇറങ്ങില്ലേ? കോഫി ഉണ്ടാക്കി ആദ്യം അവർക്ക് തന്നെ കൊടുക്കണോന്ന് നേരത്തെ ചട്ടം വല്ലതും കെട്ടിയിട്ടുണ്ടോ? ദേ നോക്ക്, ഈ വീട്ടില് ഗൗതമിന്റെ അതേ സ്ഥാനമാണ് എന്റെ ഭർത്താവിനും. നിധിയുടെ അതേ സ്ഥാനം തന്നെയാണ് എനിക്കും. രാവിലെ എന്നെ കണ്ടാലുടനെ നല്ല വെളുക്കി അങ്ങോട്ട് ചിരിച്ചിട്ട് ഗുഡ് മോർണിംഗ് എന്ന് പറയണം. എന്ന് പറഞ്ഞാ പോരാ, ഒന്ന് പറഞ്ഞ് കേൾക്കട്ടെ. ഗുഡ് മോർണിംഗ് ശിവാനി. എന്തോന്ന്? ശിവാനിയോ? നിന്റെ മടിയിലിരുത്തിയാണോ എന്റെ പേരിട്ടത്? നീ ഈ വീട്ടിലെ വേലക്കാരിയാ. മാഡം എന്ന് വേണം എന്നെ വിളിക്കാൻ, മനസ്സിലായോ? ശരി. ഓക്കെ, ഇനി നല്ല വെടുപ്പായിട്ട് അങ്ങോട്ട് ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞേ. ഗുഡ് മോർണിംഗ് മാഡം. ആ, അന്ത ഭയം ഇരിക്കണം, പുരിഞ്ചിരിച്ചാ? ആ, ഗൗതമിന്റെ റെക്കമെൻഡേഷനിൽ വന്ന ആളാണെന്നുള്ള ജാട വല്ലതും കാണിച്ച വാല് ഞാൻ മുറുക്കി പറഞ്ഞേക്കാം. ആ, അത് വിടും. എനിക്ക് കോഫി ഇഷ്ടമല്ല. വേഗം പോയി എനിക്കൊരു ചായ എടുത്തോണ്ട് വാ. എന്താ നിൽക്കുന്നേ? വേഗം പോയി എടുത്തോണ്ട് വാ. ഈ കോഫി ഗൗതമിനും നിധിക്കും കൊടുത്തു വന്ന ശേഷം ചായ ഉണ്ടാക്കി തന്നാ പോരെ മാഡം? അപ്പൊ അത്രയും നേരം ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്യണോ? വേഗം വരാം. ദേ, നിനക്ക് 2 മിനിറ്റ് സമയം തരും. അതിനുള്ളിൽ പോയിട്ട് വരണം. ചെല്. അല്ല നിന്നെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. സത്യത്തില് ആരാണ് നീ? എന്താണ് നിന്റെ ബാക്ക്ഗ്രൗണ്ട്? എവിടുന്നാ നീ വന്നത്? ചോദിച്ചത് കേട്ടില്ലേ? എന്താ അത് ചോദിച്ചപ്പോ പെട്ടെന്ന് നാമം ഇറങ്ങിപ്പോയോ? അത് പിന്നെ എനിക്ക് സ്വന്തം ഒന്നും പറയാൻ ആരുമില്ല. ആരും ഇല്ലാന്ന് പറയുമ്പോ ആകാശത്ത് നിന്ന് ഇതേ രൂപത്തിൽ പൊട്ടി ഭൂമിയിലേക്ക് ഇങ്ങ് വീണതാണോ? നിനക്കും തന്തേം തള്ളേന്നൊക്കെ പറയുന്ന ഐറ്റംസ് കാണുമല്ലോ. നാടെന്ന് പറയാൻ ഒരു പേരെങ്കിലും കാണുമല്ലോ. എവിടെയാ നിന്റെ സ്ഥലം? കല്യാണം കഴിഞ്ഞതാണോ? കുട്ടികളുണ്ടോ? അതോ അതിനെയൊക്കെ കുളത്തിലിട്ടിട്ട് ഇങ്ങനെ ഊരുതേടി നടക്കുകയാണോ? അല്ല, എന്നാലും അവരൊക്കെ എവിടെ?